ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവന്റെ മുഖത്തെ വിഷമം കാണുമ്പോൾ അർച്ചന പറയുകയാണ്, അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് നാളെ തന്നെ ജോത്സ്യരെ കാണാനായി പോകാം. ഞാനും അച്ഛൻ്റെ ഒപ്പം വരാം. വേണ്ട മോളെ, എനിക്കൊന്ന് കിടന്നാൽ മതി, ഞാൻ തന്നെ ജോത്സ്യരുടെ അടുത്ത് പൊക്കോളാം. മോളിപ്പോൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഓടി നടക്കുകയല്ലേ, മോള് പോയി വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് സേതു അർച്ചനയെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീര മുറി തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആവണി കരഞ്ഞുകൊണ്ട് വന്ന് മീരയെ കെട്ടിപ്പിടിക്കുന്നത്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് മീര ചോദിക്കുമ്പോൾ ആവണി പറയുകയാണ്, എനിക്ക് അച്ഛൻ ഇപ്പൊ കാണണം അമ്മേ എന്ന് പറഞ്ഞ് ആവണി പൊട്ടിക്കരയുന്നു. ഇത് കാണുന്ന മീര ആവണിയെ ചേർത്ത് പിടിക്കുന്നു. തുടർന്ന് തന്റെ അലമാര തുറന്ന് ഒരു ഡോക്യുമെന്റ് എടുത്ത് കമലയുടെ നേരെ നീട്ടുകയാണ്. ഇത് എൻ്റെ പേരിൽ ആകെയുള്ള സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് ആണ്. അമ്മ ഇത് അച്ഛനെ ഏൽപ്പിക്കണം. ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എങ്ങനെയാണെന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അനൂപേട്ടനെ കിട്ടണം. അനൂപേട്ടനില്ലാതെ ഞങ്ങൾക്കൊരിക്കലും ജീവിക്കാനേ സാധിക്കില്ല. അനൂപേട്ടൻ ഇനി വരാതിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ തന്നെ ഇല്ലാതാക്കാനും മടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് കമല. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ചെങ്കൽ മധുവിനെ വിളിക്കുന്നു. ആദ്യം മധുവിന്റെ സെക്രട്ടറിയാണ് ഫോൺ എടുക്കുന്നതെങ്കിലും വീണ്ടും അവന്തിക പറയുമ്പോഴേക്കും അയാള് മധുവിന് കൊണ്ട് ഫോൺ കൊടുക്കുകയാണ്. ആരാണെന്ന് മധു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വിവരം തരാൻ വേണ്ടി വിളിച്ചതാണെന്ന് അവന്തിക പറയുന്നു. നിങ്ങളുടെ അനിയത്തിയെ വണ്ടി ഇടിപ്പിച്ചു കൊന്ന ആ അനൂപ് ഉണ്ടല്ലോ, ആ അനൂപ് ജാമ്യത്തിൽ ഇറങ്ങാൻ പോവുകയാണെന്ന് അവന്തിക പറയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം അവന്റെ അന്ത്യമാണെന്ന് മധു പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്നാലേ അതൊന്നും തന്നെ നടക്കാനേ പോകുന്നില്ല. അവന്റെ ദേഹത്തെ ഒരു രോമത്തിൽ തൊടാനായിട്ടേ നിങ്ങളെ കൊണ്ട് പറ്റത്തേയില്ല. എന്താണെങ്കിലും അവൻ രക്ഷപ്പെട്ടു പോകുമെന്നും കൂടി അവന്തിക പറയുമ്പോൾ മധു പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അവനെയും അവൻ്റെ അളിയൻ്റെ കുടുംബത്തെയും ഞാൻ അടപടലെ നശിപ്പിച്ചിരിക്കും. അവിടെ പിന്നെ ഒരൊറ്റൊരു കുഞ്ഞു പോലും കാണില്ല ജീവനോടെയായി. നിങ്ങളുടെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല മധു. ജാമ്യത്തിലിറങ്ങിയ ഉടൻ തന്നെ അവനെ വിദേശത്തേക്ക് കടത്താനായിട്ടാ എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് മധു ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞെന്നും തനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്തു നോക്കാനും അവന്തിക പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് മധു തന്റെ സെക്രട്ടറിയോട് പറയുകയാണ്, എൻ്റെ അനിയത്തിയെ ഇല്ലാതാക്കിയവനെ എനിക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലണം. എന്നാണ് നമുക്ക് ഇപ്പൊ തന്നെ അവനെ പോയി പൊക്കാമെന്ന് ആ സെക്രട്ടറി പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് മധു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവനുള്ള ചായയുമായിട്ട് പുറത്തേക്ക് വരികയാണ് അർച്ചന. എന്നാൽ സേതുവിനെ അവിടെ ഞാൻ കാണാത്തത് കൊണ്ട് തന്നെ അർച്ചന മുറിയിലേക്ക് ചെല്ലുന്നു. അതേസമയം ബോധരഹിതനായി കട്ടിലിൽ കിടക്കുന്ന സേതുവിനെ കണ്ട് ഞെട്ടലോടെ നിലവിളിക്കുകയാണ് അർച്ചന. അർച്ചനയുടെ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും സേതുവിന്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. തുടർന്ന് എല്ലാവരും കൂടി സേതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ആതിര സന്ദീപിനെ വിളിക്കുന്നു. സേതുവിനുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നും ഒന്ന് നോക്കാനും പറഞ്ഞുകൊണ്ട് ആതിര കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സേതുവിനെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറയുകയാണ്, ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമായിരുന്നു. നിങ്ങൾ ഒരു മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വശം മുഴുവനായി തളർന്നു പോയേനെ. ഇത് കേൾക്കുന്ന അർച്ചനയും സച്ചിയും ഞെട്ടലോടെ ഡോക്ടറെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നതാണ്. അതേസമയം അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീയും നിന്റെ കുഞ്ഞും കാരണമാ ഇതെല്ലാം സംഭവിച്ചത്. ഞാനും അച്ഛനും കൂടി ഇന്നലെ തന്നെയാ ഒരു ജോത്സ്യരെ കാണാൻ പോയത്. അയാളും പറഞ്ഞിരുന്നു നിന്റെ വയറ്റിൽ വളരുന്ന അസുരവിത്തിന്റെ കുഴപ്പം കാരണമാണ് ഈ അത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അനൂപിനെ കാണാനായി ചെന്നിരിക്കുന്ന കമലയും മീരയുമാണ്. അനൂപിന്റെ കൊലം കണ്ട് അവർ രണ്ടാളിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. നിങ്ങൾ വിഷമിക്കാതെ, ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുമെന്ന് അനൂപ് പറയുമ്പോൾ കമല പറയുകയാണ്, നീ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം നിന്നെ ആ മധുവിന് കൊടുക്കാമെന്ന സജി വാക്ക് കൊടുത്തിരിക്കുന്നത് അവൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം അവൻ അവന്റെ ഭാര്യയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. എന്താണെങ്കിലും എന്തോ ഒന്ന് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാകും അവൻ ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കാൻ നിന്നത്. എന്താണെങ്കിലും നമ്മുടെ കുടുംബത്തിനും നെല്ലിശ്ശേരി കുടുംബത്തിനും എന്തോ ഒരു ദോഷം വന്ന് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം അനൂപ് മീരയോട് പറയുകയാണ്, മീരെ, ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് നീ സച്ചിയെ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. എനിക്ക് അവനെ നന്നായി അറിയാവുന്നതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു, അനുഭവിക്കുമ്പോഴേ പഠിക്കൂ എന്ന് ദേഷ്യത്തോടെ മീരയും പറയുന്നു. അങ്ങനെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SI അവരുടെ അടുത്തേക്ക് വരികയാണ്. അനൂപെ, ദിനം പ്രതി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കമ്മീഷണർക്ക് കേസ് കൊടുത്ത കാര്യമെല്ലാം തന്നെ SI പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൂവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.